ക്ലിയോപാട്ര ഈജിപ്ഷ്യൻ രാജവംശത്തിലെ സുന്ദരിയായ ഭരണാധികാരി ടോളമി രാജവംശത്തിലെ ടോളമി 12-ാമന്റെ മകളായി ജനിക്കുന്നു. രാജഭരണത്തിൽ അതിയായ താല്പര്യമുണ്ടായിരുന്ന ക്ലിയോപാട്ര 18-ാം വയസ്സിൽ 10 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ സഹോദരനായ ടോളമി 13-ാമനെ വിവാഹം കഴിക്കുന്നു. ടോളമിയെ മുൻനിർത്തി ക്ലിയോപാട്ര ഈജിപ്ത് ഭരിച്ചു. എന്നാൽ പിന്നീട് ടോളമിയും ക്ലിയോപാട്രയും തമ്മിൽ അകലുകയും തുടർന്ന് ടോളമിയെ തകർക്കാനായി റോമ രാജ്യം ഭരിച്ചിരുന്ന ജൂലിയസ് സീസറുമായി പ്രണയത്തിലാവുകയും ചെയ്യുന്നു. ക്ലിയോപാട്രയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ ജൂലിയസ് സീസർ ടോളമിയെ പരാജയപ്പെടുത്തുകയും തുടർന്ന് ക്ലിയോപാട്രയെ വിവാഹം കഴിക്കുകയും ചെയ്തു. അവർക്ക് സിസേറിയൻ എന്നൊരു പുത്രനും ജനിച്ചു. സിസേറിനെ രാജാവാക്കണം എന്ന ക്ലിയോപാട്രയുടെ ആവശ്യം സീസർ നിരസിച്ചതോടെ ക്ലിയോപാട്ര സീസറിന് വിഷം കൊടുത്തു കൊല്ലുന്നു. തുടർന്ന് മാർക്ക് ആന്റണി റോമിന്റെ ഭരണാധികാരിയാകുന്നു. ക്ലിയോപാട്രയെ മാർക്ക് ആന്റണി റോമിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്ന് അവർ തമ്മിൽ പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. BC 30-ൽ സീസറിന്റെ ബന്ധുവായ ഒക്ടേവിയൻ ഈജിപ്ത് ആക്രമിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്തു. പരാജിതനായ മാർക്ക് ആന്റണി ആത്മഹത്യ ചെയ്യുന്നു. സൗന്ദര്യത്തെ ആയുധമാക്കി 2 രാജ്യങ്ങളും തന്നെ ഭരിച്ച ഈ സൗന്ദര്യറാണിയുടെ മരണം പാമ്പിന്റെ കൊത്ത് സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ടുള്ളതായിരുന്നു. എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം നിച്ചു.